ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞങ്ങളുള്ളത് കരുവഞ്ചാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഇന്നത്തെ യാത്ര പൈതൽമലയിലേക്കാണ്. പൈതൽമലയിലെ പ്രഭാതമാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് രാവിലെ 6 മണിയാണ് ഇപ്പോൾ സമയം. അപ്പം ഞങ്ങളിവിടെ നിർത്തി ചായ കുടിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, 7 പേര്. അങ്ങോട്ടേക്കാണ് പോണേ, പൈതൽമലയിലേക്ക്. അപ്പൊ ഇനി പൈതൽമലയിൽ നിന്നാണ് അല്ലേ? അങ്ങനെ കരുവഞ്ചാലിന്ന് പൈതൽമലയുടെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. എവിടെയാണിത് സ്ഥലം എന്നൊന്നും അറിയില്ല. വഴി കൂടെ വന്നപ്പോൾ ഒരു റൈഡിങ് ടീം പറഞ്ഞു 9:30 കയറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് അതിലേ കണ്ടൊരു വഴി കൂടെ കയറി വന്നു. ഇതിപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട്. ഒരു 3-4 കുരിശ് അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. എന്താണിത് സ്ഥലം, എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. കുറേ പുല്ലും ഈ 3 കുരിശും അതാണിപ്പോൾ ഇവിടുന്ന് കാണുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡ് മല കംപ്ലീറ്റ്. അങ്ങനെ ദേ ഫസ്റ്റ് എൻട്രിന്ന് കയറി വരികയാണ്. അല്ല, ജസ്റ്റ് ഞങ്ങളൊരു ഏറെക്കുറെ ഒരു വഴിയിലെത്തിയിട്ടുണ്ട്. ഒരു ഗേറ്റും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതും കൂടെ കടന്നിട്ട് വേണം പൈതൽമലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നല്ല വഴിയാണ്, നടന്ന് കയറാൻ പറ്റിയ. 2 വശത്തും മുളങ്കാട്. മുളയാണോ ഈറ്റയാണോ അറിയില്ല. അങ്ങനെ ഒരുപാട് നടന്ന് ഇങ്ങനെ ഇപ്പോൾ ഇതാ വെളിച്ചം കണ്ടുകൊണ്ട് ഇത്രയും ദൂരം കാട്ടിലൂടെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എത്തി. അട്ടയുണ്ട് കേട്ടോ ഇത്തിരി. അപ്പം അയ്യോ തളർന്നു, ശ്വാസം കിട്ടാണ്ടായിട്ടുണ്ട്. അങ്ങനെ തളർന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. തളർന്നിട്ട് കെതിച്ചിട്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പക്ഷേ കിടു വ്യൂ ആണ്. നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി സ്ഥലമാണ്. വന്നിരിക്കുകയാണ്. സ്ഥലം കിട്ടുവാണ്, പക്ഷെ ടയേർഡായി, മൊത്തം ടയേർഡായി. അതുകൊണ്ട് നന്നായി ഭക്ഷണം കഴിച്ചിട്ട് നല്ല റെസ്റ്റൊക്കെ എടുത്ത് നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വരിക. ഇല്ലെങ്കിൽ ഇതുപോലെ ആവും. ഞാനിത് മൊത്തത്തിൽ പണിയിട്ടി. പിന്നെ എന്താന്ന് വെച്ചാൽ അട്ട നല്ല അട്ടയാണ്. കാല് കംപ്ലീറ്റ് അട്ട അടിച്ചേക്കാണ്. അപ്പോൾ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
അതൊക്കെ ഒന്ന് കരുതുക. പിന്നെ അത്യാവശ്യം നേന്ത്രപ്പഴമോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഇങ്ങെത്തുമ്പോഴേക്കും വിശന്ന് ഒരു വകയാവും. അതുകൊണ്ട് അതെ, ഏറെക്കുറെ ഇവിടെ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ടിൽ എത്തുമ്പോൾ തന്നെ ഒരു അങ്ങനെ തളർന്നു പോകും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ എടുത്തിട്ട് വരിക. ഇവിടെ ഇരുന്ന് കുറച്ചേരം കഴിച്ച് അതെ തളർന്നവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എന്താ പറയാ, ഒരു 3/4 മണിക്കൂറിന്റെ യാത്ര ഉണ്ടാവും എന്തായാലും താഴ്ന്ന് മേലേക്ക് അല്ലേ? 1 മണിക്കൂറോളം. അപ്പോ അല്ലല്ല അഭി പറഞ്ഞോ. പിന്നെ എന്താ പറയാ, അടിപൊളി സംഭവം. നടന്ന് പിന്നെ നടക്കുക. അപ്പോൾ സൂപ്പറാണ്. ഏകദേശം നമ്മൾ കുറെ കുന്നൊക്കെ കയറിയാണ്. പക്ഷേ ഈ കുന്ന് കുറച്ച് ഉഷാറാണ്, കുറച്ച് നന്നായിട്ട് കയറാറുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, പോരുന്ന വഴിക്കൊക്കെ കൂടുതലായിട്ട് ആൾക്കാർ മുട്ടായി കടലാസുകൾ അങ്ങനത്തെ കൂടുതൽ നല്ല കവറുകളൊക്കെ പുറത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു ബ്ലോഗ് എന്നുള്ളൊരു മാത്രമായിട്ടല്ല, നമ്മൾ കൂടുതലൊക്കെ കളക്ട് ചെയ്തിട്ടൊക്കെ കീശയിലൊക്കെ ഇട്ടിട്ടൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. എപ്പോഴും പ്രകൃതിനെ സംരക്ഷിക്കാൻ പഠിക്കുക എല്ലാവരും, എന്നിട്ട് വേണം സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോഴേ ഒന്നും കൂടി ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. ഞങ്ങള് ബിസ്ക്കറ്റ് മാത്രം എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇപ്പൊ തിന്നാനായിട്ട് വന്നതാണ്. Late at night, I think of you. Your vision floods my mind. There isn't much I wouldn't do to be sure you're mine. No matter what you choose to do, no matter day or time, I only want to be with you. I will be there by your side. As time goes by with you. നടന്ന് ഇപ്പൊ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ശരിക്കും കുറേ കാട് കടന്നു വന്നു, അത് കഴിഞ്ഞ് കുറേ പുല്ലുള്ള കുന്ന് കടന്നു വന്നു. ഇപ്പൊ ഇരിക്കുന്നത് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ 2 മലകളുടെയും ഉറവ് വന്നിട്ട് വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്താണ്. ഈ വെള്ളമാണ് നേരത്തെ ഒരു വെള്ളച്ചാട്ടം കാണിച്ചു തന്നില്ലേ, ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് ഈ വെള്ളമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട്, അതായത് സാധാരണ പൈതൽമല എന്ന് പറയുന്നത് ഇതിന് വേറൊരു സൈഡ് ഉണ്ട്, അതായത് വേറൊരു സൈഡിൽ കൂടെയാണ് സാധാരണ പൈതൽമലയിലേക്ക് പോവുക. പക്ഷെ ഞങ്ങൾ വന്നത് ചെറുതായിട്ട് വഴി തെറ്റിയതാണെങ്കിലും ഞങ്ങൾ വന്നത് വേറൊരു സൈഡാണ്. അപ്പം അവിടുത്തേനേക്കാളും ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനൊരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പേർക്ക് ഇരിക്കാം, നല്ല തണലും അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ട്. പക്ഷേ ചെറുതായിട്ട് ആന വന്നിരിക്കുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനൊരു സ്ഥലമാണ്. അപ്പം സാധാരണ പൈതൽമല അതായത് പൈതൽമല വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മുമ്പ് വന്നിട്ടുള്ള ആൾക്കാർ ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ടും കൂടെ വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെന്താ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡ്, അതായത് സാധാരണ ആൾക്കാർ വന്ന് കണ്ടിട്ടുള്ള സൈഡിലേക്ക് പോവാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. സമയവും വെയിലും ഒക്കെ അനുകൂലമാണെങ്കിൽ പോവും. അപ്പം അതാണ് ഇവിടുത്തെ കാഴ്ചകൾ.
As time goes by with you. Decorosa. പൈതൽമലയിൽ നിന്ന് തിരിച്ചു പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഏറെക്കുറെ വെയിലൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ പൈതൽമല 2 സൈഡാണ്. ഒന്ന് ഇതാ അവിടുന്ന് ദൂരെ കാണുന്ന ആ സൈഡ് അവിടെയാണ്, അത് കുടിയാൻമല വഴിയാണ് അങ്ങോട്ടേക്ക് പോകാമെന്നാണ് എന്നോടൊരാൾ പറഞ്ഞു തന്നത്. അവിടെ ഞാൻ പോയിട്ടുണ്ട്, ഒരു വട്ടം ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടത്തേക്കാളും ഭംഗിയും വ്യൂ പോയിൻറ്റ്സും ഇരിക്കാനും ഒക്കെയുള്ള രസമുള്ള സ്ഥലം ഇതാണ്. ഇതിൻ്റെ എൻഡിൽ ഒരു വെള്ളം പോകുന്ന സ്ഥലവും അതൊക്കെ കാണിച്ചു തന്നല്ലോ. അപ്പം അത്രയ്ക്കും രസമുള്ള സ്ഥലം ആ സൈഡിനേക്കാളും കൂടുതൽ ഈ സൈഡാണെന്ന് തോന്നുന്നു. അപ്പോൾ പൈതൽമല മുമ്പ് ആ സൈഡ് വന്നിട്ടുള്ള ആൾക്കാർ ഒന്ന് ഈ സൈഡും കൂടെ വന്ന് നോക്കുക. ഇനി അങ്ങനെ അല്ല, പൈതൽമല ഇതുവരെ വന്നിട്ടേ ഇല്ലാത്ത ആൾക്കാർ 2 സൈഡും കൂടെ വരിക. അത്രയും കിഡിലൻ സ്ഥലമാണ്. കുറച്ച് കോടമഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ പൊള്ളിയായിരിക്കും ഇവിടെ. അപ്പം ഞങ്ങൾ ഇന്നത്തേക്ക് തിരിച്ചു പോവുകയാണ്. നാളെ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം മറ്റൊരു വ്ളോഗുമായിട്ട് മറ്റൊരു സ്ഥലവും കൂടെ പരിചയപ്പെടുത്താനായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.